സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത്, ഞാൻ ഇന്ന് വായിച്ച 4 വാർത്തകളാണ്. ഇതിൻ്റെ അവസാനത്തെ വാർത്ത ഞാൻ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ ന്യൂസ് ഇംഗ്ലീഷ് വ്യത്യസ്തമാണ്, അതിനകത്തുള്ള ടെൻസുകൾ വ്യത്യസ്തമാണ്, അതിൻ്റെ അകത്ത് പാസീവ് വോയിസ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 2 ചാപ്റ്ററിൽ 232 233 നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. നമുക്ക് വാർത്ത കാണാൻ എന്താണ് ഞാൻ വായിച്ചതെന്നുള്ളത്. ദ ഹിന്ദു എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിലാണ് ഞാനിത് വായിച്ചത്. ഓക്കെ. Study finds over 12% of the pregnant women in Maharashtra infected with coronavirus. പഠനങ്ങൾ തെളിയിച്ചത് എന്താണ്, 12% ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് കോവിഡ് ഉണ്ട് എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതെവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വിമൻ എന്നാണ് പറയുന്നത് അല്ലേ, ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നോക്കാം, വാർത്ത നോക്കാം. എ സ്മോൾ സ്റ്റഡി ഓഫ് 1140 pregnant women in Maharashtra found that 141 women were infected with novel coronavirus, translating to 12.3%. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്മോൾ സ്റ്റഡി ഗ്രൂപ്പ്, ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് 1140 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയാണ് എടുത്തത്. അവിടെ മഹാരാഷ്ട്രയിൽ ഫൗണ്ട് ദാറ്റ്, എന്താണ് കണ്ടെത്തിയത്, 141 സ്ത്രീകളുടെ ഈ 1140 141 സ്ത്രീകൾക്ക് എന്താണ്, അവർ ദേവർ ഇൻഫെക്റ്റഡ് വിത്ത് നോവൽ കൊറോണ വൈറസ്. എന്താണ് ഈ നോവൽ കൊറോണ എന്ന് പറയുന്നത്? കൊറോണ എന്ന് പറഞ്ഞാൽ പോരെ, ഈ നോവൽ എന്നുള്ളത് പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു വൈറസ് ആണ് അല്ലേ, അതുകൊണ്ടാണ് അതിനെ നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. പുതിയെന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേറ്റിംഗ് ടു 12.3%. ഓക്കെ, എന്താണ് ഈ കണക്ക്, അതായത് 141 1140 141 എന്ന് പറയുന്നത് 12.3% ആണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. സ്റ്റഡി ഫൈൻഡ്സ് ഓവർ 12% ഓഫ് ദി പ്രഗ്നന്റ് വിമൻ ഇൻ മഹാരാഷ്ട്ര ഇൻഫെക്റ്റഡ് വിത്ത് കൊറോണ വൈറസ്. A small study group of 1140 pregnant women in Maharashtra found that 141 women were infected with novel coronavirus, translating to 12.3%. ഇനി യൂണിയൻ മിനിസ്റ്റർ കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് നമ്മൾ കേട്ടു അല്ലേ. യൂണിയൻ മിനിസ്റ്റർ സുരേഷ് അൻഗാഡി ഡൈസ് ഓഫ് COVID-19. ഓക്കെ, ഇവിടെ മരിച്ചു കഴിഞ്ഞാണ്, എങ്കിലും അവിടെ ഡൈസ് എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ 232 33 കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ന്യൂസ് ഇംഗ്ലീഷിൻ്റെ ഒരു ശൈലിയാണത്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് for Railways Suresh Angadi passed away at the All India Institute of Medical Sciences, Delhi on September 23. He was hospitalized there earlier this month after he contracted COVID-19. Suresh Angadi passed away എന്ന് പറഞ്ഞാൽ മരണമടയുക എന്നുള്ളതാണ് അർത്ഥം. എവിടെയാണ് അദ്ദേഹം മരണമടഞ്ഞത്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. എന്നാണ് മരിച്ചത്? ഓൺ സെപ്റ്റംബർ 23. He was hospitalized there. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. ഇതോട് പാസീവ് വോയിസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കുക. എന്നാൽ ഈ മാസം അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യായിരുന്നു. ആഫ്റ്റർ ഹി കോൺട്രാക്റ്റഡ് COVID-19 കിട്ടിയതിന് ശേഷം, അതിന് ബാധിച്ചതിന് ശേഷം അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. ഒന്നുകൂടെ വായിച്ചു നോക്കാം. യൂണിയൻ മിനിസ്റ്റർ സുരേഷ് അൻഗാഡി ഡൈസ് ഓഫ് COVID-19. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റെയിൽവേസ് സുരേഷ് അൻഗാഡി passed away at the All India Institute of Medical Sciences, Delhi on September 23. He was hospitalized there earlier this month after he contracted COVID-19. After farmers, government targeting വർക്കേഴ്സ്, രാഹുൽ ഗാന്ധി ഓൺ ലേബർ ബിൽസ്. ആദ്യം ഫാമേഴ്സിനെ ആയിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ജോലിക്കാരെ, വർക്കേഴ്സിനെയും കൂടെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നു. എന്താണ് ഈ ലേബർ ബിൽസിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഓക്കെ, ഇവിടെ എന്താണ് ആ ബില്ലെന്ന് നോക്കാം. ദ പാർലമെന്റ് ഓൺ വെനസ്ഡേ അപ്രൂവ് 3 key labor reform bills that will remove impediments to winding up companies and allow firms up to 300 workers to fire staff without government permission. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാർലമെന്റ് ബുധനാഴ്ച ഒരു ബില്ല് അപ്രൂവ് ചെയ്തു. ഒരു റീഫോം ബില്ലാണ്. എന്താണ് റീഫോം എന്ന് പറഞ്ഞാൽ പരിഷ്കാരം. ലേബർ, അതിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, ലേബർ നിയമങ്ങളുടെ, അതിനകത്തുള്ള ഒരു പരിഷ്കാരം ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു. അതെന്താണ്? ദാറ്റ് വിൽ റിമൂവ് ഇംപെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങൾ. എന്തിനുള്ള പ്രതിബന്ധങ്ങളാണ്? ടു വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക. ഒരു കമ്പനി നിർത്താനുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ അത് മാറ്റും. ആൻഡ് അലൗ ഫേംസ് വിത്ത് അപ് ടു 300 വർക്ക് എന്ന് പറഞ്ഞാൽ 300 ജോലിക്കാർ വരെയുള്ള ഫേംസ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ എന്നുള്ളതാണ്. ടു ഫയർ ചെയ്യാൻ പറഞ്ഞു വിടുക, പിരിച്ചുവിടുക, അങ്ങനെ ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. വിത്തൗട്ട് ഗവൺമെൻറ് പെർമിഷൻ ഇനി ആവശ്യമില്ല. ആ ബില്ലാണ് പാസ്സാക്കിയത്. ഓക്കെ, ഒന്നുകൂടെ കേട്ട് നോക്കാം. ആഫ്റ്റർ ഫാമേഴ്സ്, ഗവൺമെൻറ് ടാർഗറ്റിംഗ് വർക്കേഴ്സ്, രാഹുൽ ഗാന്ധി ഓൺ ലേബർ ബിൽസ്.
The Parliament on Wednesday approved 3 key labor reform bills that will remove impediments to winding up companies and allow firms up to 300 workers to fire staff without government permission. ഇനി ഇപ്പോഴും ഞാൻ വായിച്ച വാർത്തയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുക. NIA ഗ്രില്ലിംഗ് ശിവശങ്കറിനെ NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രില്ല് ചെയ്യുക എന്ന് പറഞ്ഞാലും അല്ലെ ഇൻട്രോഗേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും അതിനാണ് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ശിവശങ്കർ, ദ ഫോമർ സെക്രട്ടറി ടു ദ കേരള ചീഫ് മിനിസ്റ്റർ, ഈസ് ബീയിങ് ഇൻട്രോഗേറ്റഡ് ബൈ ദി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി at its Kochi office on Thursday. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം എന്താണ്? ശിവശങ്കർ, ദ ഫോമർ സെക്രട്ടറി ടു ദ കേരള സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, ഈസ് ബീയിങ് ഇൻട്രോഗേറ്റഡ്. പാസീവ് വോയിസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ ചോദ്യം ചെയ്യുന്നത്? ബൈ ദ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് NIA കൊച്ചിയിൽ ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഓക്കെ, എന്നൂടെ കേൾക്കാം. NIA ഗ്രില്ലിംഗ് ശിവശങ്കർ, ദ ഫോമർ സെക്രട്ടറി ടു ദ കേരള ചീഫ് മിനിസ്റ്റർ, ഈസ് ബീയിങ് ഇൻട്രോഗേറ്റഡ് ബൈ ദി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറ്റ് ഇറ്റ്സ് കൊച്ചി ഓഫീസ് ഓൺ തേഴ്സ്ഡേ. ഇവിടെ ഇൻട്രോഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.